വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടുണ്ട് വന്നിട്ടുള്ളത്. ഈവനിങ് വ്ളോഗ് അത് കിട്ടിയിട്ടുണ്ട്. ഈവനിങ് എന്താ പറയുക ടൈമൊക്കെ ഇട്ടിട്ടുണ്ട്. വേഗം പോയാൽ അത് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫാമിലി ഇൻട്രൊഡ്യൂസിങ് ആണ്. സോ നമുക്ക് വേഗം അതിലേക്ക് പോവാം. സോ കമന്റ് ചെയ്ത് Let us start the video. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ വൈസിൽ പറയാം. ഓർഡർ വൈസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പം ആദ്യത്തെ നമ്മൾ 4 പേരാണ് ഗൈസ്. ശരിക്കും ഇനിയിപ്പോൾ അമ്മ പറയുന്നുണ്ട് നമുക്ക് 5ലേക്കാവാം 6ലേക്കൊക്കെ ആവാം ആൾക്കാരെന്ന്. ബട്ട് ഞാനും എൻ്റെ എത്താത്തെയും തീർത്ഥഘട്ടത്തിൽ പറയുന്നുണ്ട് നെവർ എവർ ബി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ഇൻട്രൊഡ്യൂസിങ്ങിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പനെ പറ്റിയിട്ടാണ്. ഞാൻ എൻ്റെ അപ്പനെ ഷാഹുൽ എന്നാണ് വിളിക്കാറ്. ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഷാഹുൽ ഹമീദ് എന്നാണ് ഫുൾ നെയിം. ടോട്ടൽ ഇപ്പോൾ ഒരു വയസ്സെന്ന് നമ്മൾ കണക്കാക്കി എടുക്കുമ്പോൾ 50 ഇയർ ഓൾഡായി. അപ്പം 50 ഇയർ ഓൾഡായി. അപ്പോൾ അതാണ് എൻ്റെ അപ്പൻ്റെ ആ ഒരു റിയൽ ഇൻട്രൊഡ്യൂസിങ് എന്ന് പറഞ്ഞത്. പിന്നെ ഫാമിലിയിലേക്ക് എൻ്റെ അപ്പൻ്റെ പോവുകയാണെങ്കിൽ ഇമ്മയും ഇപ്പയുണ്ട്. ഉമ്മ ഹൗസ് വൈഫായിരുന്നു. ഇപ്പം എന്താ പറയുക എല്ലാം ഒരു ടൈപ്പ് ഓഫ് ജോബ് എടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ പണ്ട് സോൾജറാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഫാമിലി വരുന്നത്. പിന്നെ സിബ്ലിങ്സ് എന്നൊക്കെ പറയുമ്പോൾ 5 താത്തന്മാരും പിന്നെ അനിയന്മാരതൊക്കെ അറിയില്ല. ആൺകുട്ടികളിലും മൂത്തതിൻ്റെ ഒപ്പമാണ്. പിന്നെ 2 അനിയന്മാരൊക്കെയാണ് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അങ്ങനെ ആണ് എൻ്റെ അപ്പൻ്റെ സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാണ് എൻ്റെ അപ്പൻ്റെ ഒരു ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താ പറയുക എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് തന്നെ ഒരു ഫുൾ കോമഡി ഫാമിലി ബീറ്റാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ പേര് സൽമ എന്നാണ്. എല്ലാവരും വിളിക്കുക സെൽമത്തെ എന്നാണ് വിളിക്കുക എല്ലാവരും. 43 ഇയേഴ്സ് ഓൾഡായി. അതാണ് എൻ്റെ അമ്മൻ്റെ ഒരു ഇത്. ഞാനെപ്പോഴും ഉമ്മ തന്നെ വിളിക്കാറ്. ഉമ്മൻ്റെ പേര് വിളിക്കാറില്ല, ഉമ്മ തന്നെയാണ് വിളിക്കാറ്. ഇപ്പം എൻ്റെ പോലെ അങ്ങനെ പേര് വിളിക്കാറില്ല. ചില സമയത്ത് മമ്മീജി മമ്മ ഉമ്മ എന്നൊക്കെ വിളിക്കും. ഉമ്മയുടെ അടുത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് കല്ലടിയും കിട്ടും ചെയ്യും വിളിക്കുന്നതിന്, അങ്ങനെ വിളിക്കുന്നതിന്. അപ്പോൾ അതാണ് എൻ്റെ ഉമ്മൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഇൻട്രൊഡ്യൂസ്. പിന്നെ ഫാമിലിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഉമ്മൻ്റെ ഇമ്മയും പണ്ട് ഡിവോഴ്സ്ഡ് ആണ്. അത് എൻ്റെ അമ്മക്ക് 1 വയസ്സായപ്പോൾ അങ്ങനെ എന്തോ ആണ് ഡിവോഴ്സ് ആയത്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ നല്ലോണം വിശദീകരിച്ച് പറയുന്നില്ല, നമുക്കത് നേരെ വീട്ടിൽ പോവാം. ഇപ്പം തിരൂരിന്നും ഉമ്മ കോഴിക്കോട് ആ ഒരു ബീച്ച് സൈഡിൽ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉമ്മൻ്റെ കുടുംബത്തിലേക്ക് പോവാം. ഉമ്മൻ്റെ അമ്മക്ക് 6 മക്കളുണ്ടായിരുന്നു. അതിൽ 5ാമത്തെ മോളാണ് എൻ്റെ ഉവയ്യ നാട്ടിലാണ് വിളിക്കാറ്. ഉവയ്യ ഇപ്പം ആളിവിടെ നാട്ടിലുണ്ട്. എന്താണ് ഇവിടെ അടുത്തായിട്ട് നാട്ടിലുണ്ട്. എന്തോ അവിടുത്തെ ലീവ് എന്താ പറയുക, നമുക്ക് പാസ്പോർട്ടിൽ ഓരോ എക്സ്പയറി ഡേറ്റിൻ്റെ ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ അടുത്തടുത്ത് പോകാൻ നിൽക്കുകയാണ്. ചിലപ്പം പോവില്ല, ചിലപ്പോൾ പോകും, അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നത്. 6 മക്കളിൽ എത്രയോ പേരക്കുട്ടികൾ എത്തിക്കാറാണ് കേട്ടോ. പിന്നെ അതാണ് എൻ്റെ വയ്യൻ്റെ എന്ന് പറയാം. പിന്നെ എൻ്റെ വല്യപ്പൻ്റെ ഉമ്മൻ്റെ ഇപ്പൻ്റെ കുടുംബം എന്ന് പറയുന്നത് കുറേ പേരുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ മക്കളും കുറേ ഇതുണ്ട്. അതിൽ 5ാമത്തെ മോളെ എന്താ പറയുക കുട്ടിയാണ് എൻ്റെ ഉമ്മ. ആ കുട്ടിയാണ് ഞാൻ. അങ്ങനെ ഓരോ ഇതുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ഫാമിലി ഇൻട്രൊഡ്യൂസിങ് ഇപ്പം ചെയ്യുന്നില്ല. എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻട്രൊഡ്യൂസിങ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ താത്തൻ്റെതാണ് ഉള്ളത് കേട്ടോ. എൻ്റെ താത്തനെ നമ്മൾ വീട്ടിൽ വിളിക്കാറ് ബേബി എന്നാണ്. അത് എന്താ അങ്ങനെയാന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അനിയൻ അങ്ങനെ ഇക്കോ ആരോ എനിക്ക് ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. അങ്ങനെ എൻ്റെ താത്തനെ എപ്പോഴും എന്ത് കിട്ടിയാലും വിളിക്കണ ഒരാളായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ അപ്പൻ്റെ അമ്മക്ക് അത്ര ഇഷ്ടമായില്ല. എൻ്റെ അപ്പൻ്റെ അമ്മ പറഞ്ഞു നമുക്ക് ബേബി എന്നുള്ള പേരിടാം. ഭയങ്കര ഒരു ഇതായിപ്പോയി. ബേബി എന്നോ ഇങ്ങനെ പറഞ്ഞിട്ട്
ബേബി എന്നാണ് എനിക്കറിയാം. എനിക്ക് ബേബി എന്ന് വെച്ചിട്ട് ഇപ്പോൾ താത്താന്ന് വിളിക്കാനൊരു സ്ഥലമല്ല. ഞാൻ ആ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ എൻ്റെ താത്ത അങ്ങനെ ചെയ്തത്, എൻ്റെ താത്ത അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പറയില്ല. അപ്പോൾ എൻ്റെ താത്തൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വിളിക്കല് ബേബി എന്നാണ്. അവളിപ്പോൾ പഠിക്കാൻ പോയിട്ട് ഒരു 9 മാസമായി പഠിക്കാൻ പോയിട്ട്. ജോർജിയയിലാണ്, റഷ്യൻ്റെ ഭാഗമായിട്ടാണ് ജോർജിയ വരുന്നത്. പിന്നെ MBBS പഠിക്കാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ 1 ഇയർ ആവാനായി. അവൾ നാട്ടിൽ വരുന്നുണ്ട്. അവളുടെ ലാസ്റ്റ് എക്സാമാണ് നാളെ. ഇത് കഴിഞ്ഞ ശേഷം റിസൾട്ട് വേഗം അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആഴ്ചയോ അല്ലെങ്കിൽ ഈ മാസത്തിൻ്റെ ലാസ്റ്റ് അങ്ങനെ എന്തോ വരുന്നൊക്കെയാണ് പറയുന്നത്. ഓളെ വർത്താനം കുറച്ച് ഇതായിട്ടുള്ള ആളാണ്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് പറഞ്ഞു തരില്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരാളുണ്ട് താത്താന്നാണ്. എൻ്റെ ഫീമെയിൽ വേർഷനാണ് ദത്താത്ത. അത് 100% ദത്താത്ത എൻ്റെ തന്നെയാണ്. എല്ലാവരും കണ്ടെങ്കിൽ പറയും. എനിക്ക് ആകെ എൻ്റെ അപ്പൻ്റെ ബോഡി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ 99% എൻ്റെ അമ്മയാണ്. 99% എൻ്റെ അമ്മയാണ് കേട്ടോ. ബാക്കിയുള്ളതിൻ്റെ ബോഡി ഫുൾ എൻ്റെ അപ്പാണ്. പിന്നെ സ്വഭാവം ഇതൊക്കെ 99% എൻ്റെ അമ്മയാണ് ഞാൻ. അപ്പോൾ അതാണ് താത്താന്ന് വരുന്നത്. താത്ത നല്ല ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ MBBS പഠിക്കുന്നത്. ഉമ്മ ഹൗസ് വൈഫാണ്. പിന്നെ എൻ്റെ ഉപ്പ എന്ന് പറയുമ്പോൾ ബിസിനസ്മാനാണ്. ഗൾഫ് ബഹ്റൈൻ എന്ന് പറഞ്ഞ ഗൾഫ് കടലിലാണ് എൻ്റെ അപ്പൻ്റെ ഷോപ്പുള്ളത്. അനൂസ് എന്നാണ് ഇതിൻ്റെ പേര്. എൻ്റെ പേരാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ബഹ്റൈനിലുള്ള ആളാണെങ്കിൽ ജസ്റ്റ് എൻ്റെ അപ്പൻ്റെ ഷോപ്പിൽ പോയി നോക്കട്ടോ. ഹോൾസെയിൽ ചോക്ലേറ്റ് കമ്പനിയാണ്. ഓഫറായിട്ട് ഉണ്ടാവും. വേണ്ടവർ ബഹ്റൈനിലൊക്കെ, ബഹ്റൈനോ ദുബായോ ഖത്തറോ അബുദാബിയോ ഉള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഗോ ഗൈസ് എൻ്റെ അപ്പൻ്റെ ഷോപ്പ് കാണല്ലോ. പിന്നീട് വരുന്നത് ഞാനാണ്. എൻ്റെ പേര് റുമാന എന്നാണ്. എൻ്റെ താതിൻ്റെ പേര് റുമയ്യ എന്നാട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. താതിൻ്റെ റിയൽ നെയിം റുമയ്യ എന്നാണ്. പിന്നെ എൻ്റെ അടുത്തേക്ക് രീതിയിൽ വരികയാണെങ്കിൽ എൻ്റെ പേര് റുമാന എന്നാണ്. റുമയ്യ, റുമാന. എൻ്റെ RUMANA. അതിൽ എന്നിൻ്റെ വ്യത്യാസമാണ്. എൻ്റെ അതിൽ എന്നിൻ്റെ പകരം വയ്യാണ്. ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അത് ഭയങ്കര ഒരു റെയറായിട്ടുള്ള നെയിംസാണ് ഉണ്ടാവും എൻ്റെ താതിനൊക്കെ. പിന്നെ മീനിങ് ഒക്കെ അറിയത്തില്ല. എൻ്റെതെന്തോ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ലവബിൾ പേഴ്സൺ എവറി ടു ദ പേഴ്സൺ. അതിൻ്റെത് കൈൻഡ് ഹാർട്ടഡ് ആൻഡ് ഗ്രേഷ്യസ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ മീനിങ്. അത് ആ വൈൻ്റെ എന്നിൻ്റെ വ്യത്യാസം മാത്രമാണ് നമ്മുടെ പേരിൽ വരുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ സ്പെല്ലിങ്ങും അതേ സെയിം എന്താ പറയുക അച്ചടിച്ച പോലെയാണ് പേരുള്ളത്. പിന്നെ അതാണ് എൻ്റെ പേര്. റുമാന എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ അനു എന്ന് വിളിക്കാം. എൻ്റെ വിളിപ്പേര് അനു എന്നാണ്. നിക്നെയിം അനു എന്നാണ്. പിന്നെ എന്താ പറയുക, ഞാൻ MS സെൻട്രൽ സ്കൂൾ പാവങ്ങാടിലാണ് പഠിക്കുന്നത്. അവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ താത്ത എന്താ പറയുക 3ാം ക്ലാസ് വരെ ബഹ്റൈനിലായിരുന്നു. അതിൻ്റെ ശേഷം ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിൻ്റെ പണി അങ്ങനെ ആയപ്പോഴാണ് ഇങ്ങോട്ട് എന്താ പറയുക വന്നത്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവളെ പാസ്പോർട്ടൊക്കെ എക്സ്പയർഡ് ആയിട്ടായി. പിന്നെ അതെടുക്കാൻ നല്ല ലേറ്റായി. പിന്നെ അവളെ പോകുന്ന 9ാം ക്ലാസ്സിൽ 9 8 അങ്ങനെ എന്തോ. എനിക്ക് കറക്റ്റ് 4 5 3 വയസ്സായപ്പോഴാണ് പിന്നെ തിരിച്ച് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ എൻ്റെ അപ്പം ഒരു ആഗ്രഹമായിരുന്നു 2 മക്കളും CBSE തന്നെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഫുൾ നല്ല ഇതൊക്കെ നോക്കി. പക്ഷേ എല്ലാം നല്ല ദൂരമുള്ളതാണ്. നമുക്ക് എന്താ പറയുക അടുത്തുള്ളതായിട്ട് വേണമായിരുന്നു. പക്ഷേ അടുത്തുള്ളതൊക്കെ CBSE അല്ല, ഗവൺമെൻറ് സ്കൂൾസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് പാവങ്ങാട് MS സെൻട്രൽ സ്കൂൾ കണ്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ എൻ്റെ താത്തനെ പോയി ചേർത്തി. എൻ്റെ താത്ത ഒരു 8 7 പഠിക്കുമ്പോഴാണ് ഞാൻ മോണ്ടിസോറിയിലേക്ക് പോകുന്നത്. പിന്നെ അവൾ 9ാം ക്ലാസ് 10 വരെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ താത്ത. അതിന് ശേഷം അവൾ അവിടെ കുറ്റായി വേറൊരു ജയ്ത്തൂൻ എന്ന് പറഞ്ഞ ക്യാമ്പസിലേക്ക് പോയി. അതൊരു ഹോസ്റ്റലാണ്, ഗേൾസ് ഹോസ്റ്റൽ മാത്രമാണ്. ഓൺലി മുസ്ലിംസ് ആയിട്ടുള്ള ഇതാണോ. അത് ഞാൻ ലാസ്റ്റ് ഇവിടെ പറഞ്ഞുതരാം. അപ്പോൾ അതായിരുന്നു MSയിലേക്ക് ഞാൻ പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ താത്ത അതായിരുന്നു. പക്ഷേ എൻ്റെ ഇപ്പം വിചാരിച്ചു നമ്മൾ 11th 12th അവിടെ തന്നെ പഠിപ്പിക്കാൻ തന്നെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടായപ്പോൾ എന്താ പറയുക നല്ല എന്താ 11th 12th അങ്ങനെ ഇതില്ല എന്ന് കേട്ടപ്പോൾ എൻ്റെ ഇപ്പം നേരെ ജയ്ത്തൂണിലേക്ക് മാറ്റി. എൻ്റെ അപ്പൻ്റെ ഒരു സിസ്റ്ററാണ് കേട്ടോ പറഞ്ഞു കൊടുത്തത്. ജയ്ത്തൂൺ നല്ലതാണ്, അവളെ അവിടെ കൊണ്ടാക്കിക്കൊള്ളുന്നത്. പിന്നെ ഞാൻ MSc പറ്റിപ്പോയി ഗൈസ്. എന്താ ചെയ്യാൻ. അപ്പം ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. A
MSc പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് എന്നെ അറിയായിരിക്കാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് മിയ, സെക്കൻഡിൻ്റെ പേര് ഫൈഹ എന്നാണ്. എനിക്ക് ടോട്ടൽ 8 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഭയങ്കര ക്ലോസ് ഞാൻ മിയനോട് ഫൈനോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇത്രയും ഫ്രണ്ട്ഷിപ്പ് നമ്മളുണ്ട് നമ്മൾ ആൾക്കാരുള്ളത്. അപ്പോൾ മോണ്ടിസോറി മുതൽ നമ്മൾ കാണുന്ന കേട്ടോ 7 വർഷത്തോളമായി ഞാനും നീയും ഫൈഹയും ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നീയും ഫസ്റ്റ് ഹായ് ബായ് എന്നുള്ള ഇതിലായിരുന്നു. പിന്നീട് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സായി. UKG ആ ഒരു ഇതിൽ വന്നപ്പോൾ ഞാനും അവൾ ഭയങ്കര ഇതായി. എൻ്റെതിപ്പോൾ 1 ആണെങ്കിൽ ഓളതിപ്പോൾ 1 ആണ് റോൾ നമ്പർ എങ്കിൽ എൻ്റെത് 2 ആയിരിക്കാം. ഓളത് A ആണെങ്കിൽ എൻ്റെത് 8 ആയിരിക്കാം. അങ്ങനെയുള്ള ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആ ഒരാൾ നമ്മളുടെ ഉള്ളിലേക്ക് വന്നത്. അതാണ് ഫൈഹ കുട്ടി നമ്മളുടെ ഇതിലേക്ക് വന്നത്. ഫൈഹ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് 6, 7, 8 ഫിഫ്ത്ത് അതേപോലെയാണ് 6, 7, 8 അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ 7 മിയ, 8 ഞാൻ, 9 ഫൈഹ ആയിരുന്നു. ഇങ്ങനെ അത്രയും നമ്മൾ ഒത്തിരുമ കുറച്ച് കൂടിപ്പോയി ചെയ്യാന. അപ്പോൾ അങ്ങനെ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് എൻ്റെ ഫാമിലി ഇൻട്രൊഡ്യൂസിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ കസിൻസുകളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് കുറേ കസിൻസ് ഉണ്ട്. ബട്ട് ഞാൻ വളരെ ക്ലോസ് ആണ് എൻ്റെ 6 കസിൻസിനോട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വയസ്സിന് താഴത്തുള്ള എനിക്കിപ്പോൾ 11 വയസ്സായി. ഉള്ള 10 വയസ്സുള്ള ഒരാളുണ്ട്. എൻ്റെ പേരാണ് മോനൂസ് എന്നാണ് എൻ്റെ പേര്. അതിന് ശേഷം 2 ആൾക്കും സെയിം ആയിട്ടുള്ള വയസ്സാണ്. Aയും Aയും. ഇപ്പം 8ഉം 8ഉമായി. 8 ഒരാൾക്ക് 8 ആകാൻ പോവുകയാണ്. ഞാൻ മോണിക്ക ഡാൻസ് കളിക്കുന്നുണ്ട്. അല്ല, അതിന് മുന്നേ ഞാൻ ഷിമ്മർ ആൻഡ് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് മെയ്സ. അപ്പോൾ മോനൂസ്, അപ്പു, മെയ്സ. അതിൻ്റെ ശേഷം ബാക്കി വരുന്നതൊക്കെ ചെറിയ കുട്ടികളാണ്. 6 ടോട്ടൽ 6 ആണ്. അലി ചെറുതാണ്. ചെറുതെന്ന് പറയുമ്പോഴല്ല, 1ാം ക്ലാസ്സിലെത്തിയവർ. പിന്നെ 2 ആൾ നേഴ്സറിയിലാണ്. ഇവർ ഇപ്പോൾ 2 ആളും 2ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട്. മെയ്സി, അപ്പുവും. പിന്നെ മോനൂസ് 4ാം ക്ലാസ്സിലാണ്. ഞാൻ 5ലാകുമ്പോൾ 4ലാണ്. ഇതാണ് എൻ്റെ കസിൻസിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓരോ പാരൻസിനോടും ഞാൻ ഭയങ്കര ക്ലോസാണ്. പാരൻസ് എന്ന് പറയുമ്പോൾ അഫു, മോനൂസ്, അലി. അഫുവിൻ്റെയും മോനൂസിൻ്റെ അലീൻ്റെ അമ്മേനോട് ഫർദാത്ത എന്നാണ് പേര്. അതിനുശേഷം മെയ്സൻ്റെയും അബ്ദുള്ളൻ്റെ പേര് പറഞ്ഞില്ല. അബ്ദുള്ളൻ്റെയും സാറിൻ്റെയും സാറ വരത്തില്ല. ഫസ്മിതാത്ത എന്നാണ് മെയ്സൻ്റെയും അബ്ദുള്ളൻ്റെയും അമ്മേൻ്റെ പേര്. പിന്നെ ഷെറിത്താത്ത സാറിൻ്റെ അമ്മേൻ്റെ പേരാണ്. ഒരമ്മൻ്റെ അമ്മായി എൻ്റെ അമ്മായിയാണ്. ശരിക്കും എൻ്റെ റിയൽ അമ്മായി എന്ന് വെച്ചാൽ എൻ്റെ ഉവയ്യൻ്റെ ലാസ്റ്റത്തെ ബ്രദർ. എൻ്റെ ഉമ്മൻ്റെ വല്യമ്മൻ്റെ ലാസ്റ്റത്തെ ബ്രദറാണ് സഖാക്കിൻ്റെ ഭാര്യയാണ്. സഖാക്കിൻ്റെ അങ്കിളല്ല, ചിലപ്പോൾ അങ്കിളായിട്ടായിരിക്കും ചിലപ്പോൾ വരിക. അതാണ് എൻ്റെ കസിൻസിൻ്റെ ഭാഗത്തേക്കുള്ളത്. അതാണ് ഗൈസ് എൻ്റെ ഫാമിലി കൺവേഴ്സേഷൻ എന്ന് പറയുന്നത്. എല്ലാ അടിപൊളിയായിട്ടുള്ള ഫാമിലിയാണ് ഡെപ്പൻ്റെയും അമ്മൻ്റെ ഭാഗത്തേക്കുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മയുടെ ഫാമിലി ഭയങ്കര ഫണ്ണിയും ഇതായിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഫാമിലി കുറച്ച് ഫണ്ണി തന്നെയാണ് ഗൈസ്. 2 ആളതും സെയിം രീതിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അതിനിപ്പോൾ ഞാൻ ആരും അങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. അപ്പോൾ 2 ആളതും സെയിം ബട്ട് ഡിഫറെൻ്റ് പോലെയായിരുന്നു ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ സെയ്ത്തോന്നാണ് കൺവെർസേഷൻ ഞാൻ പറഞ്ഞുതരാം. എവിടെയാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 +2 നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾക്ക് ടഫാണെങ്കിൽ നേരെ സെയ്ത്തോൻ ക്യാമ്പസിലേക്ക് പോകാം. ഓരോരോ ജില്ലയിലായിട്ട് വരുന്നുണ്ട്, ഓരോരോ പ്ലേസസിലായിട്ട് വരുന്നുണ്ട്. കണ്ണൂർ, പിന്നെ എന്താ പറയുക, നമ്മുടെ വെള്ളിയേരി അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്ഥലത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോടായിട്ടും എന്താ പറയുക വരുന്നുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സെയ്ത്തോൺ എല്ലാ നാട്ടിലും എന്താ പറയുക അവർക്ക് ആ ഒരു ഇതിലുള്ള പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും സെയ്ത്തോൺ ക്യാമ്പസ് ഉണ്ട്. ഗേൾസും ബോയ്സും ഉണ്ട്. പക്ഷേ ഗേൾസിന് വേറെ ക്യാമ്പസും ബോയ്സിന് വേറെ ക്യാമ്പസും ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താത്ത പഠിച്ച സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. ഇതാണ് മാൻവളപ്പോ അങ്ങനെ എന്തോ വെച്ചാണ് ഗൈസ്. അപ്പോൾ അവിടെ പഠിച്ചതിന് ശേഷം എൻ്റെ താത്തൻ്റെ 8, 9, 10
10 വരെ ഉള്ളത് ഗേൾസ് ക്യാമ്പസ് ഉണ്ട്, 10 ഉള്ളത് ബോയ്സ് ഉണ്ട്. പക്ഷേ ഇവർ വരുന്നത് ഒരു സ്ഥലത്ത് ഗേൾസും ബോയ്സും ആയിട്ടല്ല വരുന്നത്, വേറെ സ്ഥലത്ത് ബോയ്സും വേറെ സ്ഥലത്ത് ഗേൾസും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പാരൻസിനും, ഇപ്പോൾ ഗേൾസുള്ള പാരൻസിനൊക്കെ നല്ല സേഫായിട്ട് ഗേൾസിൻ്റെ ക്യാമ്പസിൽ കൊണ്ടുപോവാം. അതേപോലെ തന്നെ ബോയ്സിൻ്റെ ഇതിനും ഇതായിട്ട് പറയാം. അതിന് അവരുടെ നമ്പർ ഞാൻ തരാം. നല്ല നമ്മൾ മുസ്ലിംസ് മാത്രമാണ്, ഹിന്ദുക്കൾക്കില്ല, ക്രിസ്ത്യൻസിനും ഇല്ല, ഓൺലി മുസ്ലിംസ് മാത്രമുള്ള ക്യാമ്പസാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുസ്ലിം ആയിട്ടുള്ള രീതികളും നമ്മളുടെ ഖുർആൻ ദീനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 4 മണിക്ക് കറക്റ്റ് നമ്മളുടെ ഇത് ആകണം. അവർ കുട്ടികളെ എണീച്ചില്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് പോയിട്ട് അവരെ എണീപ്പിക്കണം എന്നുള്ള റൂൾസ് ഉണ്ട്. എണീച്ചില്ലെങ്കിൽ എന്തോ പണിഷ്മെൻറ്റും തരുന്നതായിരിക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്. എല്ലാവർക്കും ഓരോ രീതിയിലുള്ളതാണുള്ളത്. 5ാം ക്ലാസ് മുതൽ അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. 5 to 12th വരെയാണ്. 5ാം ക്ലാസ്സിൽ ഹിഫ്ള്, ഖുർആൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 5 to 10 വരെ വരുന്നത്. +1 +2 നമ്മളുടെ സയൻസ്, കൊമേഴ്സ് അങ്ങനെ രീതിയിലുള്ള കോഴ്സസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സയൻസിന് കുറച്ച് പൈസ കൂടും, ബാക്കിയുള്ളതിനൊന്നും അത്ര കൂടത്തില്ല. അങ്ങനെ ഓരോരോ മാസമായിട്ട് പൈസ അടിക്കലാണ്. അത്ര പൈസ ഒന്നുമില്ല ഗൈസ്. നല്ല രീതിയിൽ തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കുട്ടികളെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണുള്ളത് അവിടെ. മാത്രമല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏതൊരു സ്കൂളായാലും ഏതൊരു ക്യാമ്പസിലായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പണിഷ്മെൻറ്റ് ഉറപ്പാണ്. അതേപോലെ ഇവിടെ കുറച്ച് കൂടുതലാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ പാരൻസിന് അങ്ങോട്ട് വിളിക്കാൻ പറ്റത്തില്ല, ഫോണില്ല, TV ഇല്ല, അങ്ങനെയായിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് എക്സാമിന് മാത്രം അവർക്ക് പാരൻസ് കൊണ്ടുപോയി കൊടുക്കുക പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതും ഓൺലി യൂട്യൂബും അവർ പറയുന്ന ആപ്സും പഠിക്കുന്ന സൂം, ബണ്ണി ആപ്സൊക്കെയാണുള്ളത്. ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സ്റ്റഡിങ് ആപ്പ് ഉണ്ട്. NCERT, ഖുർആൻ റെസിറ്റേഷൻ അങ്ങനെയുള്ള പല അവർ പറയുന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം അവരുടെ ടാബിലോ ഫോണിലോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ അവരുടെ പ്രിൻസിപ്പാൾ ഓഫീസിലേക്ക് നേരെ പോകുന്നതായിരിക്കും. ടീച്ചേഴ്സും സാറുമാരും എല്ലാവരും എന്താ പറയുക, സാറുമാരും ഉസ്താദും അങ്ങനെ ഇതായിട്ടുള്ളതാണ്. ടീച്ചേഴ്സ് നല്ല ഹിഫ്ള് എന്താ പറയുക ദീനപരമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അങ്ങനെ നിങ്ങളെ ഹാം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല. നല്ല രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ മെയിൻറ്റെയിനും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേടിയില്ലാണ്ട് സൈത്തൂൺ ക്യാമ്പസ് തിരഞ്ഞെടുക്കാം. കണ്ണൂരായിരിക്കാം നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരാണ് ഏറ്റവും നല്ലതായിട്ട് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ പോവാം, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ നമ്പർ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എനിക്കിപ്പോൾ ഇവിടെ കുറച്ച് പരിപാടി എന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് അത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രീതിയിലും പെരുമാറ്റത്തിലും മുസ്ലിംസ് എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ കാണണം. ഇവിടെ ഫൈൻ എന്നൊക്കെ പറയുന്നത് മലയാളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ സംസാരിക്കാം, നോ വെറീസ്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള ഭാഷയിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്നുള്ള റൂള്. അവിടെ ഇംഗ്ലീഷ് മാത്രമേ അത് റൂളാണെന്നുള്ള ആ ഒരു തരമായ റൂൾസ് ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം ആണെങ്കിൽ മലയാളം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അങ്ങനെയുള്ള ഇതായിട്ടുള്ള. ബട്ട് മലയാളികൾ മാത്രം അങ്ങോട്ട് പോകാൻ ചില, അല്ലെങ്കിൽ അറബികൾ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവർ പോകാൻ വെക്കുക. ഹിന്ദിക്കാരൊന്നും പോവല്ലേ, മലയാളം അറിയുന്നവർ പോവാം. പിന്നെ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ക്യാമ്പസിലേക്ക് പോകുന്ന തന്നെ ടീച്ചേഴ്സിനെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അത് ഞാനൊരു ഇതായിട്ട് പറയാൻ പോകുന്ന ആൾക്കാരോട്. പിന്നീട് വരുന്നത് നമ്മുടെ എന്താണ്, ഫോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇലക്ട്രോണിക് സാധനങ്ങളും ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പാരൻസിന് അങ്ങോട്ട് വിളിക്കാനുമുള്ള നോ കോംപ്രമൈസ്. അവരുടെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നമ്പർ നിങ്ങൾ അവിടെ ഇതാണെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. അതേപോലെ തന്നെ തരാണെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് വിളിക്കാനുള്ള ഫോൺ ക്യാഷൻ നമ്മുടെ ഇതുണ്ടാവും, ഓഡിയോ ഫോൺസ് ഉണ്ടാവും. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു കാർഡ് തരും. ആ കാർഡിന് പൈസ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസ് അപ്പം തന്നെ പൈസ അടിക്കുക. അത് നിങ്ങൾക്ക് ഓരോരോ ദിവസം അടിക്കണമെങ്കിൽ അത് മന്ത്ലി അടിക്കണമെങ്കിൽ അത് 1 ഇയർ വെച്ചിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെ കുട്ടികൾ വിളിക്കുന്ന രീതിയിലായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ തന്നെ കുട്ടികൾ നിങ്ങളുടെ നമ്പർ അടിക്കുക, നിങ്ങൾ വിളിക്കുക, അത് മാത്രം കമ്മ്യൂണിക്കേഷൻ. ഓൺലി ഫോർ 10 minutes അല്ലെങ്കിൽ 20 minutes അല്ലെങ്കിൽ 1 hour മാത്രമാണ് നിങ്ങളുടെ ഡ്യൂറേഷൻ വരുന്നത്. അത് മാത്രമാണ് നിങ്ങളുടെ കോളിംഗ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നെയെന്ന് പറയുന്നത്
അതാണ് നമ്മളിത് എക്സാംസ് കുറച്ച് ഹാർഡായിരിക്കാം. അത് എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കാം. ബിക്കോസ് ക്യാമ്പസുകളായതുകൊണ്ടും കോളേജ് ആയതുകൊണ്ടും ഒരു ഇത് തന്നെയാണ്. പിന്നെ 18 ബെഡ്സ് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ബെഡൊക്കെ നല്ല വൃത്തിയിൽ കൊണ്ട് എടുത്ത് വെക്കുക ഇതാക്കുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്താ പറയുക, ഫുഡ് കഴിച്ചതിന് ശേഷം ലൂസ് മോഷനോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല മാരകമായ പനി വരാണെങ്കിൽ അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക ചൂട്, നമ്മളുടെ സാധാ പനി വരുമല്ലോ ഏതൊരു മനുഷ്യനിക്കായാലും, അങ്ങനത്തെ രീതിയിൽ വരാണെങ്കിൽ അവർ നിങ്ങളെ എന്താ പറയുക, അവർ തന്നെ ടീച്ചേഴ്സ് തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്നും ഒന്നും ആവുമ്പോഴാണ് നിങ്ങളുടെ പാരൻസിനെ വിളിക്കുക ഇതാക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോവാം. അത് ബാക്കിയുള്ളതൊന്നും എനിക്കറിയില്ല. അത് പിന്നെ കുറച്ച് പാരൻസ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്യാൻറ്റീനിൽ വരുന്നത് ഒരിക്കലൊരു ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അതിന് പൈസ അടിക്കണം. ഈ ക്യാൻറ്റീനിന് നമ്മൾ മാസമല്ല ഇയർ ആയിട്ട് പൈസ അടിച്ചാൽ മതി. പിന്നീട് വരുന്നത് ക്യാൻറ്റീനാണ്. നല്ല വൃത്തിയുള്ള ഫുഡും നല്ല വൃത്തിയുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, അങ്ങനെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സെയ്തൂണിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലവ് യു ആൻഡ് ബൈ. So come and chill with A and you, Anu.